വടകരയിൽ കെ ശൈലജ RSS നോമിനി എന്ന ആരോപണവുമായി കോൺഗ്രസ്. CPIM RSS ധാരണയിലുണ്ടായ സ്ഥാനാർത്ഥിയാണ് കെ ശൈലജ എന്ന് DCC പ്രസിഡന്റ് പ്രവീൺകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കെ ശൈലജയുടേത് കൃത്രിമ ജനകീയതയാണെന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. സിറ്റിംഗ് MP കെ മുരളീധരനുമായി കടത്തനാടൻ മണ്ണിൽ നേരിട്ട് ഏറ്റുമുട്ടാനെത്തുന്ന കെ ശൈലജയ്ക്കെതിരെ ഗുരുതര ആരോപണമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. ശൈലജ ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് CPM RSS ധാരണപ്പുറത്താണ്. അത് ഞങ്ങൾ ജനത്തോട് പറയും. ശൈലജ ടീച്ചർ കൂത്തുപറമ്പിൽ മത്സരിച്ചപ്പോഴും പേരാവൂർ മത്സരിച്ചപ്പോഴും ഇപ്പോൾ മട്ടന്നൂർ മത്സരിച്ചപ്പോഴും ആ മൂന്നിടങ്ങളിലും തൊട്ടു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ BJP കിട്ടിയ സ്ഥാനാർത്ഥിയുടെ വോട്ടിനേക്കാൾ പകുതിയിൽ താഴെയാണ് വോട്ട്. CPM BJP രഹസ്യ ബാന്ധവത്തിന്റെ ആദ്യത്തെ തീരുമാനത്തിന്റെ ഭാഗമാണ് ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം. കെ ശൈലജയുടെ ജനകീയതയും കോൺഗ്രസ് പ്രതിരോധിക്കുന്നു. എന്ത് ജനകീയമാകാം ടീച്ചർക്കുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് അതിദാരുണമായ കോവിഡ് കാലത്ത് PPE കിറ്റ് വരെ വാങ്ങിയതിൽ അഴിമതി ആരോപണ വിധേയല്ലേ ടീച്ചർ? അതൊക്കെ ഫാബ്രിക്കേറ്റഡ് തിങ് ആണ്. ഒരു ഫാബ്രിക്കേറ്റഡ് ജനകീയത മാത്രമല്ല, അത് ടീച്ചർക്കൊന്നും ജനകീയത ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത്തവണ ജനകീയത വടകര കാണാം. എന്തായാലും മട്ടന്നൂരിലല്ല വടകര എന്ന് ടീച്ചർ ഓർത്താതെന്ന് മാത്രമല്ല, ടീച്ചറെ മന്ത്രിയാക്കാതിരുന്നപ്പോൾ RSS ഇതിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. TP കേസിനൊപ്പം കൊയിലാണ്ടിലെ CPIM ലോക്കൽ സെക്രട്ടറിയുടെ കൊലപാതകവും വടകരയിൽ ചർച്ചയാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. റിപ്പോർട്ടർ, കോഴിക്കോട്.